happens only in India. നമസ്കാർ, ഗുഡ് മോർണിംഗ്, ആദാബ്. ഇതെല്ലാം ഒരുമിച്ച് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ, റൈറ്റ്? പക്ഷേ ഇന്ത്യയിൽ കഴിഞ്ഞ ആഴ്ച വേറെന്തൊക്കെ വിശേഷങ്ങൾ നടന്നു എന്നൊന്ന് റീക്യാപ്പ് അടിച്ചു നോക്കാനായിട്ട് യുവർ ആജെ ദോസ് പൂജ റെഡിയാണ്. കൂടെയുണ്ട് സൗണ്ട് മാസ്റ്റർ യെൽദോ, പ്രോഗ്രാം പ്രൊഡ്യൂസർ പാറക്കുട്ടി, ഓൺലി ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. ഇന്ന് രാവിലെ എനിക്കൊരു സൂപ്പർ ഹിറ്റ് SMS കിട്ടി. 2060 ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സിന്റെ ഹെഡ്ലൈൻസ് എന്തായിരിക്കും എന്നുള്ള പ്രഡിക്ഷൻ ആണ് സംഭവം. വായിക്കട്ടെ, ഓക്കെ? ഫസ്റ്റ് ഹെഡ്ലൈൻ: മുംബൈ ബോംബ് ബ്ലാസ്റ്റ് പ്രതിയുണ്ടല്ലോ കസബ്, 90 വയസ്സിൽ ജയിലിൽ കൊളസ്ട്രോൾ കൂടിയത് കാരണം അന്തരിച്ചു. ബിരിയാണി കൂടുതൽ കഴിച്ചതാണ് കൊളസ്ട്രോൾ കൂടാനുള്ള കാരണം എന്ന് പറയുന്നു. ശരത് പവാർ പകുതി ഇന്ത്യ വാങ്ങി. ഫേസ്ബുക്ക് ഒരു രാജ്യമായി പ്രഖ്യാപിച്ചു. 2G സ്കാമിൽ പ്രതി A രാജയുടെ മകൻ 16G സ്കാമിൽ അറസ്റ്റിലായി. ഏറ്റവും ബെസ്റ്റ് ഹെഡ്ലൈൻ ഇതൊന്നുമല്ല, അത് പറയാം 2 പാട്ടുകൾക്ക് ശേഷം. ഓൺലി ഓൺ ക്ലബ് FM. സ്റ്റേ ട്യൂൺ. എങ്കേയും പോയിടാറുങ്ക അങ്ങേ ഇരുങ്ക. It happens only in India. അണ്ണാ ഹസാരെയുടെ നെഫ്യൂ മുന്നാ ഹസാരെ ലോക്പാൽ ബില്ലിനായി ഉപവാസം തുടങ്ങി. ഞെട്ടണ്ട, ഇത് 2060 ന്യൂസ് പേപ്പറുകളിൽ വരാൻ ചാൻസ് ഉള്ള ഹെഡ്ലൈനാ. എങ്ങനെയുണ്ട്? ഇറ്റ് കൻ ഹാപ്പൻ ഇൻ ഇന്ത്യ, അല്ലെ? ഇത് ക്ലബ് FM, ടൺ കണക്കിന് ഫൺ, ആൻഡ് ദിസ് ഈസ് യുവർ ആർജെ പൂജ. അല്ലേലും സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ട സമയത്തെ സംഭവിക്കും, അല്ലയോ? പക്ഷേ സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. സമയമായില്ല പോലും, സമയമായില്ല പോലും. ഇനി സമയം മോശമാണെങ്കിൽ ചെയ്യുന്നതും പറയുന്നതും ചിന്തിക്കുന്നതുമായ കാര്യങ്ങളും പുലിവാലാകും ആയിരിക്കും. അങ്ങനെ ഇപ്പോ സമയം വളരെ മോശമായി കൊണ്ടിരിക്കുന്നത് സുശീൽ കുമാർ ഷിൻഡേജിയുടെയാണ്. പകുതി ഇന്ത്യയിലും പവർ കട്ട്, ബോംബ് ബ്ലാസ്റ്റ്. ഇപ്പോഴേ നാവിൽ വികട സരസ്വതി കയറിയിരുന്നു ഒന്ന് വിളയാടിയത് ആകെ പ്രശ്നമായിരിക്കാം. കഴിഞ്ഞ ദിവസം പാർലമെന്റില് ആസാമിലെ വയലൻസിനെ കുറിച്ച് ഷിൻഡേജി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ജയാ ബച്ചൻജി ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തു. ഉടനെ വന്നു ഷിൻഡേജിയുടെ റിപ്ലൈ: ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, സിനിമാ പ്രശ്നമല്ല. കഴിഞ്ഞില്ലേ വിവാദങ്ങൾ ഏറ്റുവാങ്ങാൻ ഷിൻഡേജിയുടെ ജന്മം പിന്നെയും ബാക്കി. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. It happens only in India. സുശീൽ കുമാർ ഷിൻഡേജിയെ പോലെ തന്നെ അദ്വാനിജിക്കും കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വെച്ച് നാവൊന്നു ഉളുക്കി. UPA ഗവൺമെന്റിനെ ഇല്ലെജിറ്റിമേറ്റ് അഥവാ അൺഓതറൈസ്ഡ് എന്നൊന്ന് പറഞ്ഞുപോയി. ഉടനെ മണിച്ചിത്ര താഴിലെ ശോഭനയെ പോലെ സോണിയാജി നാഗവല്ലി പറഞ്ഞ വാക്ക് പിൻവലിക്കണം എന്നായി സോണിയാജിയും സംഘവും. പക്ഷേ കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. എക്സാക്ട്ലി. അല്ലെങ്കിലും അഡ്വാനിജി ഈ വയസ്സാം കാലത്ത് എടുത്താ പോകാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് നാക്കുളുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. വിത്ത് യുവർ ആർജെ ഫ്രണ്ട് പൂജ ഓൺ ഉങ്കൽ ക്ലബ് FM. ടൺ 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 കണക്കിന് ഫൺ.